ക്ലാസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പുതിയ SSCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമുള്ള സയൻസ് ചോദ്യങ്ങളാണ്. ഒരു ക്വിക്ക് റിവിഷനാണ്. മുഴുവൻ ഉത്തരങ്ങളും കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയുടെ പേര് എന്ത്? ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയുടെ പേരാണ് സ്കർവി. സ്കർവി ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ സിയുടെ അഭാവം മൂലമാണ് മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നു. നാവ് വീങ്ങുകയും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥ ഏത് വിറ്റാമിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? നാവ് വീങ്ങുകയും അതുപോലെ നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഗ്ലോസിറ്റീസ് എന്നാണ്. ഗ്ലോസിറ്റീസ് എന്ന അവസ്ഥ ഏത് വിറ്റാമിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ബി ആണ്. വിറ്റാമിൻ ബിയുടെ ഡെഫിഷ്യൻസി രോഗമാണ് ഗ്ലോസിറ്റീസ് എന്നത്. ഗ്ലോസിറ്റീസിന്റെ ലക്ഷണം എന്താണ്? നാവ് വീങ്ങുന്നു, അതുപോലെ നാവിൻ്റെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്ലോസിറ്റീസ്. ഇത് വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്, വിറ്റാമിൻ ഡി. അയൺ എന്ന ധാതുവിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. അയൺ എന്ന ധാതുവിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. ശരീരത്തിൽ അയോഡിൻ്റെ കുറവ് ഉണ്ടായാൽ വരുന്ന രോഗം ഏതാണ്? അയോഡിൻ കുറഞ്ഞാൽ ഏത് രോഗമാണ്? ഗോയിറ്റർ. ശരീരത്തിൽ അയോഡിൻ്റെ കുറവ് ഉണ്ടായാൽ വരുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ ആണ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? രോഗത്തിൻ്റെ പേരെന്താണ്? ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത് കാൽഷ്യത്തിൻ്റെ കുറവ് മൂലമാണ്. ഓസ്റ്റിയോസ്പൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? കാൽഷ്യം. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? ക്വസ്റ്റ്യൻ പ്രത്യേകം നോട്ട് ചെയ്യുക. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറിയാണ്. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് കലോറി. ഒരു പുരുഷന് ഒരു ദിവസം ശരാശരി എത്ര കലോറി ഊർജം ആവശ്യമാണ്? 1900 മുതൽ 2400 കലോറി വരെ ആവശ്യമാണ് ഒരു പുരുഷന്. 1900 മുതൽ 2400 വരെ. അതുപോലെ ഒരു സ്ത്രീക്ക് ഒരു ദിവസം ശരാശരി എത്ര കലോറി ഊർജം ആവശ്യമാണ്? 1600 മുതൽ 2000 കലോറി വരെ. 1600 മുതൽ 2000 കലോറി വരെ. ഒരു മുതിർന്ന കുട്ടിക്ക് ഒരു ദിവസം ശരാശരി എത്ര കലോറി ഊർജം ആവശ്യമാണ്? 1200 മുതൽ 1400 കലോറി വരെ. ശരീരത്തിൽ കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളെ എന്ത് വിളിക്കുന്നു? ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളെ എന്ത് വിളിക്കുന്നു? സ്ഥൂല പോഷകങ്ങൾ അല്ലെങ്കിൽ മാക്രോന്യൂട്രിയൻസ് എന്ന് പറയുന്നു. സ്ഥൂല പോഷകങ്ങൾ അഥവാ മാക്രോന്യൂട്രിയൻസ്. പ്രത്യേകത എന്താണ്? ശരീരത്തിലെ കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളാണ് സ്ഥൂല പോഷകങ്ങൾ അഥവാ മാക്രോന്യൂട്രിയൻസ്. സ്ഥൂല പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? സ്ഥൂല പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ് എന്നിവ സ്ഥൂല പോഷകങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ സ്ഥൂല പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. നമുക്ക് ഉദാഹരണങ്ങളിൽ ഏതെങ്കിലും മാറ്റി തന്നിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ സ്ഥൂല പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്. അതുപോലെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങൾ ഏതാണ്? ശരീരത്തിൽ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങൾ അറിയപ്പെടുന്നത് സൂക്ഷ്മ പോഷകങ്ങൾ അഥവാ മൈക്രോന്യൂട്രിയൻസ് എന്നാണ്. മറ്റേത് എന്താണ്? മാക്രോന്യൂട്രിയൻസ് ആണ്. ഇത് മൈക്രോന്യൂട്രിയൻസ് ആണ്. സൂക്ഷ്മ പോഷകങ്ങൾ അഥവാ മൈക്രോന്യൂട്രിയൻസ്. സൂക്ഷ്മ പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? സൂക്ഷ്മ പോഷകങ്ങൾക്ക് ഉദാഹരണം വിറ്റാമിനുകൾ, ധാതുക്കൾ, ലവണങ്ങൾ. ഇവ നമുക്ക് കുറഞ്ഞ അളവിലാണ് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ളൂ. ഇവ അറിയപ്പെടുന്നതാണ് മൈക്രോന്യൂട്രിയൻസ് അല്ലെങ്കിൽ സൂക്ഷ്മ പോഷകങ്ങൾ എന്ന ഉദാഹരണങ്ങളാണ് വിറ്റാമിനുകൾ, ധാതുക്കൾ, ലവണങ്ങൾ. ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിന്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ? ഒരു
പ്രായപൂർത്തിയായ ഒരു ആളുടെ ശരീരത്തിൻ്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ? ശരീരത്തിൻ്റെ 20% പ്രോട്ടീനാണ്. ശരീരത്തിൻ്റെ 20% പ്രോട്ടീൻ. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന ലഘു ഘടകങ്ങൾ ഏവ? പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന ലഘു ഘടകങ്ങളാണ് അമിനോ ആസിഡുകൾ. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന ലഘു ഘടകങ്ങൾ ഏതാണ്? അമിനോ ആസിഡുകളാണ്. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എത്രയാണ്? ഒരു മനുഷ്യ ശരീരത്തിൽ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എത്രയാണ്? എത്ര അമിനോ ആസിഡുകളാണ്? 20 അമിനോ ആസിഡുകളാണ്. 20 അമിനോ ആസിഡുകളാണ് വേണ്ടത്. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ എന്നറിയപ്പെടുന്നത് എത്ര എണ്ണമാണ്? ഈ 20 അമിനോ ആസിഡിൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നറിയപ്പെടുന്നത് 9 എണ്ണമാണ്. 9 എസെൻഷ്യൽ അമിനോ ആസിഡുകളാണ് ഉള്ളത്. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ശരീരത്തിന് എങ്ങനെയാണ് ലഭിക്കുന്നത്? എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ശരീരത്തിന് ലഭിക്കുന്നത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലൂടെയാണ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലൂടെ. പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ ഏതെല്ലാമാണ്? പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ ഏതെല്ലാം? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. അടുത്ത ചോദ്യം, കൊളസ്ട്രോൾ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത് എന്താണ്? കൊളസ്ട്രോൾ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത് ലിപ്പോ പ്രോട്ടീനുകൾ എന്ന വാഹക പ്രോട്ടീനുകളാണ്. കൊളസ്ട്രോൾ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത് എന്താണ്? ലിപ്പോ പ്രോട്ടീനുകളാണ്. ലിപ്പോ പ്രോട്ടീനുകൾ. കൊളസ്ട്രോളിനെ എത്ര തരം ലിപ്പോ പ്രോട്ടീനുകളായി തരംതിരിച്ചിരിക്കുന്നു? അവ ഏതെല്ലാം? കൊളസ്ട്രോളിനെ എത്ര തരം ലിപ്പോ പ്രോട്ടീനുകളായി തരംതിരിച്ചിരിക്കുന്നു? 2 തരമാണ്. LDL, HDL എന്നിവ. കൊളസ്ട്രോളിനെ എത്ര തരം ലിപ്പോ പ്രോട്ടീനുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 2 തരം, LDL, HDL. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് LDL ആണ്. ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, LDL. ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ് ചീത്ത കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത്. LDL, ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. ഇനി നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് HDL ആണ്. ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അഥവാ HDL ആണ് നല്ല കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത്. പോഷക ഘടകമായി കണക്കാക്കാൻ സാധിക്കാത്തതും എന്നാൽ ശരീരത്തിന് അത്യാവശ്യമായതുമായ ഒരു ഘടകം ഏതാണ്? നാരുകളാണ്. നാരുകൾ എത്ര തരമുണ്ട്? അവ ഏതെല്ലാം? 2 തരമാണ് നാരുകൾ. വെള്ളത്തിൽ ലയിക്കുന്നതും ലയിക്കാത്തതും. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾക്ക് ദഹനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾക്ക് ദഹനം സാധ്യമാകുന്നത് വൻകുടലിലെ ബാക്ടീരിയകളുടെ സഹായത്തോടെയാണ്. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾക്ക് ദഹനം സാധ്യമാകുന്നത് എവിടത്തെ ബാക്ടീരിയകളുടെ സഹായത്തോടെയാണ്? വൻകുടലിലെ ബാക്ടീരിയകളുടെ സഹായത്തോടെയാണ്. കാർബോഹൈഡ്രേറ്റുകളുടെ പ്രധാനമായ പ്രവർത്തനം എന്താണ്? കാർബോഹൈഡ്രേറ്റുകളുടെ പ്രധാനമായ പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തിന് ഊർജം നൽകുക എന്നാണ്. ശരീരത്തിന് ഊർജം നൽകുക എന്നത് കാർബോഹൈഡ്രേറ്റുകളുടെ പ്രവർത്തനമാണ്. ശരീരത്തിന് ഊർജം നൽകുന്നത് കാർബോഹൈഡ്രേറ്റുകൾ. കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകം ഏതാണ്? രാസഘടകം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ അധികമായിട്ട് ലഭിച്ചാൽ എന്ത് സംഭവിക്കും? കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ അമിതമായിട്ട് ലഭിച്ചാൽ എന്താണ്? കൊഴുപ്പായിട്ട് സംഭരിക്കും. അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേര്? അന്നജത്തിന്റെ സാന്നിധ്യം അയോഡിൻ ടെസ്റ്റ് ആണ്. അയോഡിൻ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അയോഡിൻ ടെസ്റ്റ്. അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് അയോഡിൻ ടെസ്റ്റ്. അന്നജമുള്ള ഭക്ഷണ വസ്തുവിൽ അയോഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം എന്താണ്? അന്നജമുള്ള ഭക്ഷണ വസ്തുവിൽ അയോഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം ഇരുണ്ട നീല നിറമാണ്.
അന്നജത്തിന്റെ അളവനുസരിച്ച് ഈ നീല നിറത്തിന്റെ കാഠിന്യത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അപ്പോൾ അന്നജമുള്ള ഭക്ഷണവസ്തുവിൽ അയോഡിൻ ചേർത്താൽ ലഭിക്കുന്നത് എന്ത് നിറമാണ്? ഇരുണ്ട നീല നിറമാണ് ലഭിക്കുന്നത്. അന്നജത്തിന്റെ അളവനുസരിച്ച് ഈ നീല നിറത്തിന്റെ കാഠിന്യത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് ഏത് വിഭാഗത്തിൽപ്പെടുന്ന വിളകളാണ്? പുല്ലുവർഗത്തിൽപ്പെടുന്ന വിളകളാണ്. പുല്ലുവർഗം. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് ചെറുധാന്യങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവയാണ്. പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ. ചെറുധാന്യങ്ങൾ ഏതൊക്കെയാണ്? ചെറുധാന്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ റാഗി, ബജ്ര, തീന, ചോളം, ചാമ. റാഗി, ബജ്ര, തീന, ചോളം, ചാമ. ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷക ഘടകം. ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷക ഘടകം ഏതാണ്? പ്രോട്ടീനാണ്. പ്രോട്ടീൻ. മാംസം, മത്സ്യം, മുട്ട, പാൽ, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഏതാണ്? പ്രോട്ടീൻ. പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കോഷിയോക്കർ, മരാസ്മസ് എന്നിവയാണ്. പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോഷിയോക്കർ, മരാസ്മസ് എന്നിവ പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തത്, ഒരേ അളവിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയിൽ ഏതാണ് കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്? ഇപ്പോൾ ഈ ഒരേ അളവിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൊഴുപ്പും ഇതിൽ ഏതാണ് കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്? കൊഴുപ്പാണ്. കൊഴുപ്പാണ് കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. കൊഴുപ്പിന്റെ ഒരു രൂപം എന്താണ്? കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്നത് എന്തിന്റെ ഒരു രൂപമാണ്? കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ ആണ് കണ്ണിൻ്റെയും ത്വക്കിൻ്റെയും തലമുടിയുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ. തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് വിറ്റാമിൻ ബി ആണ്. വിറ്റാമിൻ ബി. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യം നിലനിർത്തുവാനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യം നിലനിർത്തുവാനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിൽ സഹായിക്കുന്നതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതുമായ വിറ്റാമിൻ ഏത്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിൽ സഹായിക്കുന്നതും അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതുമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നത് വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ കെ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ കുറവ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗം കാണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗമാണ്. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബി, സി എന്നിവ. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി, സി എന്നിവ. കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? കൊഴുപ്പിൽ വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകളാണ്. വിറ്റാമിൻ എ, ഡി, ഇ, കെ. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതു ഏതാണ്? ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതു അയൺ ആണ്. അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതു. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്? കാൽഷ്യമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു കാൽഷ്യം.
തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതു ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതു അയഡിൻ ആണ്. അയഡിൻ. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ധാതു ഏതാണ്? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ധാതുവാണ് കാൽഷ്യം. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്നത് നിശാന്തതയാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തത. എത്ര അസ്ഥികൾ ചേർന്നതാണ് തലയോട്? തലയോട് എത്ര അസ്ഥികൾ ചേർന്നതാണ്? 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. തലയോടില് ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി ഏതാണ്? തലയോടില് ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി കീഴ്ത്താടിയല്ലാണ്. കീഴ്ത്താടിയല്ല്. ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല് എന്ന് പറയുന്നത്. ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. നട്ടെല്ലിൽ അസ്ഥികൾ അറിയപ്പെടുന്ന പേര്. നട്ടെല്ലിൽ അസ്ഥികൾ അറിയപ്പെടുന്ന പേരാണ് കശേരുക്കൾ. നട്ടെല്ലിൽ അസ്ഥികൾ അറിയപ്പെടുന്ന പേര് കശേരുക്കൾ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. ജനന സമയത്തിൽ മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര അസ്ഥികളാണ് ഉണ്ടാവുക? ജനന സമയത്തിൽ മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര അസ്ഥികളാണ് ഉണ്ടാവുക? 300ഓളം അസ്ഥികളാണ് ഉണ്ടാവുക. പിന്നീട് ഇവയെല്ലാം കൂടി ചേർന്നിട്ട് 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നത്. 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം അറിയപ്പെടുന്നത്. 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം അസ്ഥിസന്ധി. 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗമാണ് അസ്ഥിസന്ധി. കൈമുട്ടിലും കാൽമുട്ടിലും ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്ന അസ്ഥി സന്ധി അറിയപ്പെടുന്നത്. കൈമുട്ടിലും കാൽമുട്ടിലും ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ധിയാണ് വിജാഗ്രി സന്ധി. കൈമുട്ടിലും കാൽമുട്ടിലും ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ധി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വിജാഗ്രി സന്ധിയാണ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ്. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. നമ്മുടെ ചെവിക്ക് എത്ര ഭാഗങ്ങളാണുള്ളത്? നമ്മുടെ ചെവിക്ക് എത്ര ഭാഗങ്ങൾ? 3 ഭാഗങ്ങളാണുള്ളത്. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികൾ ഏതെല്ലാമാണ്? മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നിവ. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികൾ. ശബ്ദം കേൾക്കുവാൻ സഹായിക്കുന്നത് എന്താണ്? മധ്യകർണത്തിലെ അസ്ഥികളുടെ കമ്പനമാണ് ശബ്ദം കേൾക്കാൻ സഹായിക്കുന്നത്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ഏറ്റവും ചെറുത് സ്റ്റേപ്പീസ് ആണ്. സ്റ്റേപ്പീസ്. ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. തുടയെല്ല്. അടുത്ത ചോദ്യം, ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്? ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്? 118 മൂലകങ്ങളാണ്. 118 മൂലകങ്ങൾ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. കൊബാൾട്ട് 60. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയം 235 ആണ്. യുറേനിയം 235 ആണ് ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് അയോഡിൻ 131 ആണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? അയോഡിൻ 131. ന്യൂട്രോൺ അടങ്ങിയിട്ടില്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ന്യൂട്രോൺ അടങ്ങിയിട്ടില്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. പ്രോട്ടിയം. ന്യൂട്രോൺ അടങ്ങിയിട്ടില്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയമാണ്. ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ? ഓർബിറ്റ് നീൽസ് ബോർ ആണ്. നീൽസ് ബോർ. ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ. വസ്തുവിൽ ഉണ്ടാകുന്ന വൈദ്യുതി ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിന് പറയുന്ന പേര് സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നു.
വസ്തുവിലുണ്ടാകുന്ന വൈദ്യുതി ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുതി ചാർജിന് പറയുന്നതാണ് സ്ഥിത വൈദ്യുതി അഥവാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾക്ക് ആ പേര് നൽകിയത് ആരാണ്? പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾക്ക് ആ പേര് നൽകിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങളിൽ ചാർജ് ഇല്ലാത്തത് ഏതിനാണ്? ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങളിൽ ചാർജ് ഇല്ലാത്തത് ഏതിനാണ്? ന്യൂട്രോണിനാണ് ചാർജ് ഇല്ലാത്തത്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജ്. ഇനി പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ്? 1.0077 AMU ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. 1.0077 AMU. ന്യൂട്രോണിൻ്റെ മാസോ? ന്യൂട്രോണിൻ്റെത് 1.0086. ഇലക്ട്രോണിൻ്റെ മാസ് 0.0055 AMU. ഇലക്ട്രോൺ കണ്ടെത്തിയ പരീക്ഷണം ഏതാണ്? ഇലക്ട്രോൺ കണ്ടെത്തിയ പരീക്ഷണം ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണമാണ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെയാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. 1906 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? എന്ത് കണ്ടുപിടുത്തത്തിനാണ്? ജെ തോംസണ് ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തത്തിന്. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത് ആര്? മൂല്യം കണ്ടുപിടിച്ചത് റോബർട്ട് മില്ലിക്കൺ. ഏത് പരീക്ഷണത്തിലൂടെയാണ് റോബർട്ട് മില്ലിക്കൺ ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ് റോബർട്ട് മില്ലിക്കൺ ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത്. ഹൈഡ്രജൻ ന്യൂക്ലിയസ് ഒഴികെ എല്ലാ അറ്റോമിക ന്യൂക്ലിയസുകളും ഡാഷും ചേർന്നതാണ്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ചേർന്നതാണ്. ഒരു മൂലകത്തിന്റെ അറ്റോമിക നമ്പർ നിർണ്ണയിക്കുന്നത് എന്തിന്റെ എണ്ണമാണ്? അറ്റോമിക നമ്പർ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോണിന്റെ കണ്ടെത്തലിലേക്ക് നയിച്ച പരീക്ഷണം ഏതാണ്? ഗോൾഡ് ഫോയിൽ പരീക്ഷണം. കണിക ഭൗതികത്തിന്റെ അടിസ്ഥാന മാതൃക അനുസരിച്ച് കോർക്കുകൾ കൊണ്ട് നിർമ്മിതമായ ഒരു ഹാട്രോൺ ആണ് പ്രോട്ടോൺ. കണിക ഭൗതികത്തിന്റെ അടിസ്ഥാന മാതൃക അനുസരിച്ച് കോർക്കുകൾ കൊണ്ട് നിർമ്മിതമായ ഒരു ഹാട്രോൺ ആണ് പ്രോട്ടോൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. 1935 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 1935 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ജെയിംസ് ചാഡ്വിക്കിനാണ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് ലഭിക്കുന്ന ചാർജ്, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതിന് പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റത്തിന്റെ ചാർജാണ് നെഗറ്റീവ് ചാർജ്. ചാർജുള്ള വസ്തുക്കൾ ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു. വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് ഏത്? വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് കൂളോം. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വോൾട്ട് മീറ്റർ ആണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.